ഇടിച്ചാൻ്റെ പിന്നോട് ചേർന്നതുപോലെ കുറേ തെങ്ങും തോപ്പുകളും റബ്ബറും തോട്ടവും പാടമൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ നടക്കാൻ പോകുന്ന നല്ല രസം. അപ്പോൾ ഞാനിന്ന് രാവിലെ എനിക്ക് വന്ന് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോഴേക്ക് നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ. കുറേ മാങ്ങ വീണടപ്പുണ്ടാകും, പേരയ്ക്ക് വീണടപ്പുണ്ടാകും, പിന്നെ കുറേ ചെടികളുടെ കമ്പും വിത്തൊക്കെ കിട്ടും കേട്ടോ. പിന്നെ മുതൽ നടക്കാൻ പോകുമ്പോൾ ഒരു കവറും കൊണ്ട് പോകാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചീര അപ്പച്ചനത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചുവന്ന ചീര. അപ്പോൾ അത് തേങ്ങ കൂടിയിട്ടൊന്ന് ചിക്കി എടുത്താൽ മതിയല്ലോ. എനിക്ക് ഇവിടെ വന്നുമ്പോൾ ചുവന്ന ചീരയും പച്ചച്ചീരയും ഒക്കെ നമുക്കിവിടെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. ഇവിടെ കൃഷി ചെയ്യുന്ന ആളുടെ അടുത്ത് നേരിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ദോശമാവ് ആട്ട വാങ്ങിച്ചു തന്നെ. അപ്പോൾ അതിനൊരു ചമ്മന്തിയും കൂടെ അരയ്ക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തേങ്ങ അപ്പച്ചൻ പുതച്ചൊക്കെ വെച്ചുകൊണ്ടാട്ടോ പോയത്. അപ്പോൾ അതിനൊന്ന് ചെറുകിയെടുക്കാനുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് അപ്പച്ചൻ പറമ്പിലേക്ക് പോയിണ്ടാകും. അവിടെ അപ്പച്ചൻ എന്തെങ്കിലും ജാതിക്ക പറിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും നനയ്ക്കാനും പിടിക്കാനോ ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് അമ്മ തന്ന വെച്ച് ചക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞു ഇഡ്ഡലി തട്ടിൽ തന്നെ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം, ആവി കയറ്റിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു വാഴയിലിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടാട്ടോ ചക്കേനൊന്ന് ആവി കയറ്റി എടുത്തത്. അപ്പച്ചന് ഇവിടെ തന്നെ കുറേ വാഴയൊക്കെ ഉണ്ട് കേട്ടോ. വാഴയും ജാതിക്കായും കപ്പയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീടുകൾ ഇങ്ങനെ അടുത്താൽ ഇങ്ങനെ കുറേ ഗുണമുണ്ട് കേട്ടോ. അവിടെ പോയി ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ വരുമ്പോൾ ഞാൻ ചക്കയും ചക്കക്കുരുവും ഒക്കെ ഉണ്ടാകുമ്പോൾ ചക്കയും ചക്കക്കുരും ഒക്കെ കൂടി ഇട്ടിട്ട് അങ്ങ് വേവിച്ച് തേങ്ങ ഇട്ടെടുത്തേക്കണതാട്ടോ. അത് കഴിഞ്ഞ് ഇവന്മാർക്കാണെങ്കിൽ കൊച്ചൻ്റെ പിള്ളേരുണ്ടല്ലോ. ഇപ്പോൾ അത് കാരണം കൊണ്ട് അവരുടെ കളിയൊക്കെ. അപ്പോൾ ഉച്ചത്തേക്ക് എന്താ വെക്കേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ ചക്കക്കുരു മാങ്ങ വെക്കാം. അപ്പം തേങ്ങ പുതച്ചേരണം കേട്ടോ. അപ്പച്ചൻ ചക്കക്കുരു മാങ്ങിക്കും തേങ്ങ അരച്ചിടുമല്ലോ. അത് കഴിഞ്ഞത് എല്ലാ പിള്ളേരും കൂടെ അപ്പച്ചൻ്റെ കൂടെ അപ്പുറത്തെ കടയിൽ പോണതാണ് മുട്ടായും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു ദിവസം 2-3 പ്രാവശ്യം ഇവരുടെ ട്രിപ്പ് കാണും. പിന്നെ നമ്മൾ മത്തിയും കൂടെ വാങ്ങിച്ച് ചക്കക്കുരു മാങ്ങയുടെ കൂടെ ഉച്ചത്തെ ഊണിന് വേണ്ടിയിട്ട് മത്തിയും കൂടെ പൊരിക്കാൻ വേണ്ടിയിട്ട് മത്തിക്ക് മസാല വരട്ടുന്ന ഇടയിലാണ് വർക്കിച്ചൻ ചോദിച്ചത് അമ്മയുടെ കൈമേലത്തെ വള എന്തിന്ന്. അപ്പോൾ അയർലൻഡിൽ നിന്ന് അതൊന്നും കൊണ്ടുവന്നുണ്ടായില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്രസാദേൻ്റെ കടയുണ്ട്. അപ്പോൾ ഞാൻ പോയി അവിടെ 2 കുപ്പിയോളം വാങ്ങിച്ച്. അപ്പോൾ ഇവന്മാർക്ക് പൊട്ടാസ് തോക്ക് വേണം, വാട്ടർ ഗൺ വേണം, അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടി വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടാ. ചക്കക്കുരു ഒക്കെ നന്നാക്കി എടുത്ത് ചക്കക്കുരു ഇച്ചിരി പൂത്ത് പോയിട്ടുണ്ടായിരുന്നു. അമ്മ ഓൾറെഡി മുന്നേ എപ്പോഴും കിട്ടി ചക്കയമേന്ന് എടുത്ത് വെച്ചതായിരുന്നു. അങ്ങനെ ചക്കക്കുരു മാങ്ങയും ചാള വറുത്തും റെഡിയായി കൂടെ ഒരു കപ്പങ്ങ തോരനും കൂടെ ഉണ്ടാക്കിയിട്ടോ. അതും നമ്മുടെ പറമ്പിൽ നിന്ന് ഇവിടെ നിന്ന് അപ്പച്ചൻ പോയി പറിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും ഒരു തോരൻ എനിക്കിഷ്ടമാണ്. ഇവിടെ വന്നേമേ ഇതുപോലത്തെ നാടൻ സാധനമില്ല, കപ്പങ്ങ, കടച്ചക്ക, ഇടിച്ചക്ക, അതുപോലത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ പോലെ തേങ്ങ അരച്ചുള്ള കറികൾ. വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ പഴംപൊരി ഇല്ലാണ്ട് ചായ കുടിക്കാൻ പറ്റില്ല. അത് ചായക്കടയിൽ പോയി വാങ്ങിച്ചത് ഞങ്ങൾ ചായ കുടിച്ച്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഇന്നൊരു ഹോം വിസിറ്റ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി തിരിച്ച് വന്നപ്പോഴേക്കും കൊഴുക്കട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വല്യമ്മച്ചി. അതും കഴിച്ച്